ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അലീനയും ബാലചന്ദ്രനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നീ എൻ്റേതായതുകൊണ്ടാണ്, എൻ്റെ മകളായതുകൊണ്ടാണ് ഞാനിപ്പോൾ വളരെ ശാന്തനായിരിക്കുന്നത് എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലീനയോട്. വൈജ നിൻ്റെ അമ്മയൊന്നുമല്ല, അവൾ പട്ടി പ്രസവിക്കുന്നത് പോലെ പ്രസവിച്ചിട്ടെന്നേ ഉള്ളൂ. ശരിക്കും നിൻ്റെ അച്ഛൻ ഞാനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നിന്നെ ഞാൻ എന്നാണ് സ്നേഹിച്ചു തുടങ്ങിയതെന്ന് നിനക്കറിയാമോ? നിന്റെ ബ്രിജിത്താമ്മ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്മയായി മാറിയത് എങ്ങനെയാണെന്ന് നിനക്കറിയാവല്ലോ. ആ ഒരു അവസ്ഥയിൽ നിന്നാണോ ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയത്? ബ്രിജിത്താമ്മ നിന്നെ സ്നേഹിക്കുമ്പോൾ നീ അനാഥയായിരുന്നു എന്നൊക്കെ ബാലചന്ദ്രൻ ഇങ്ങനെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അല്ല, ഏതവസ്ഥയാണെന്ന് എനിക്കറിയാം. ഇത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിനക്കറിയാമല്ലോ, അപ്പോൾ അതിനെപ്പറ്റി നീ കൂടുതലൊന്നും പറയണ്ട. ഏതായാലും നീ എനിക്ക് മകൾ എന്ന സ്ഥാനത്തിനും അപ്പുറത്താണ്, അത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ ഇപ്പോൾ അലീനയെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുകയും തലോടുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ അതിനുശേഷം ഇപ്പോൾ അലീന മുത്തശ്ശിയുടെ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. മുത്തശ്ശി അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ കട്ടിലൊഴിഞ്ഞു കിടക്കുന്നത് കൊണ്ട് അതിലെ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്, വേറെ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്നുണ്ട്. ഈ സമയത്താണ് ഇപ്പോൾ റൂമിലേക്ക് കൃഷ്ണമോള് വരുന്നത്. ഇപ്പോൾ കൃഷ്ണമോൾ അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇനി അലീന ചേച്ചിക്ക് ഈ കട്ടിലിൽ കിടക്കാം അല്ലേ? ഈ കട്ടിലിന് കുറച്ച് വീതി കുറഞ്ഞു പോയി, കുറച്ചുകൂടി വീതി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും കൂടി കിടക്കാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അതിലൊരു കാര്യമുണ്ട് എന്നിങ്ങനെ അലീന പറയുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അതെനിക്കറിയാം, ഒരുമയുണ്ടെങ്കിൽ ഓലക്കമ്മയിലും കിടക്കാം, അതല്ലേ പറയാൻ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് അലീന ഇപ്പോൾ കിടക്കാനായി താഴെ തന്നെ ബെഡ്, അതായത് പായൊക്കെ ഇങ്ങനെ വിരിക്കുന്നുണ്ട്. ഇത് കണ്ടിപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ ഇത് താഴെ വിരിക്കുന്നത്? ഈ കട്ടിൽ കയറി കിടക്കാൻ മേലേന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അത് മുത്തശ്ശിയുടെ ബെഡല്ലേ, മുത്തശ്ശി വരുമ്പോൾ കിടക്കണ്ടേ എന്നൊക്കെ ചോദിക്കും. കൃഷ്ണമോൾ പറയുന്നുണ്ട്, മുത്തശ്ശി എന്നാ വരുന്നേ എന്നൊന്നും അറിയില്ലല്ലോ, അത്രയും നാൾ കിടക്കാമല്ലോ. അപ്പോൾ ഉടനെ അലീന പറയുന്നുണ്ട്, നമ്മൾ ഒരാളെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരാൾ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ ആഗ്രഹം അത്രത്തോളം വലുതാണെങ്കിൽ അത് സാധിച്ചു കിട്ടും. അങ്ങനെ സാധിച്ചു കിട്ടണമെങ്കിൽ മുത്തശ്ശിയുടെ ബെഡ് അങ്ങനെ ഒഴിഞ്ഞു കിടക്കണം. എൻ്റെ മനസ്സിലെ ആ ആഗ്രഹം കൊണ്ട് മുത്തശ്ശി തിരിച്ചു വരണം എന്നൊക്കെ അലീന പറയുന്നത് കേട്ട് വളരെയധികം സന്തോഷത്തോടെ കൃഷ്ണമോൾ ഇപ്പോൾ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. എന്നിട്ട് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് കൃഷ്ണമോൾ ഇപ്പോൾ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. അങ്ങനെ അലീന പ്രാർത്ഥിച്ചിട്ട് കിടക്കാനൊരുങ്ങുമ്പോൾ കൃഷ്ണമോൾ പോയി ഒരു തലയിണയും പുതപ്പും ഒക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എന്താ മോളെ, എന്താ വന്നത് എന്നിങ്ങനെ അലീന ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് ചേച്ചിയുടെ കൂടെയാണ് കിടക്കുന്നത്. ഉടനെ ഇത് കേട്ട് അലീന ചോദിക്കുന്നുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നു, ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ അലീനയുടെ കൂടെ കയറി കിടക്കുകയാണ് കൃഷ്ണമോൾ. എന്നിട്ടിപ്പോൾ കൃഷ്ണമോൾ വളരെ വിഷമത്തോടെ അലീനയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നു, ചേച്ചി ശരിക്കും ഈ വീട്ടിൽ ജനിച്ചാൽ മതിയായിരുന്നല്ലേ, ഞങ്ങളുടെയൊക്കെ ചേച്ചിയായിട്ട് എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനിപ്പോഴും ചേച്ചിയാണല്ലോ, എൻ്റെ കുഞ്ഞനിയത്തിയല്ലേ നീ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോളുടെ കവളത്തൊക്കെ ഒന്ന് പിടിച്ച് നുള്ളുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ആകെ വിഷമം വരുന്നുണ്ട് കൃഷ്ണമോൾക്ക്. കൃഷ്ണമോൾ എന്നിട്ട് അലീനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. എന്താ മോളെ, നീ എന്തിനാ കരയുന്നത് എന്നൊക്കെ ഇങ്ങനെ അലീന ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, സന്തോഷം കൊണ്ടാണെന്ന്. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് രേവതിക്കുട്ടിയെയാണ്. മാമച്ചായനും ഗ്രേസിയമ്മയും കൂടി രേവതിക്കുട്ടിയെ കോളേജിൽ ചേർക്കാനായി പോവുകയാണ്. അവർ അങ്ങനെ പോകാനായി ഇറങ്ങി വരുമ്പോൾ കാറിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇപ്പോൾ ജോസ് കുട്ടി കയറിയിരിക്കുന്നുണ്ട്. അതെന്താ ഇന്നിപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നത്? ഇനി സ്റ്റിയറിംഗ് വിട്ടു തരില്ല എന്നുള്ള മനോഭാവമാണോ എന്നൊക്കെ ഇങ്ങനെ രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ, അതങ്ങനെ തന്നെയാണ്, നിൻ്റെ കോളേജൊക്കെ എനിക്കൊന്ന് കാണണം എന്നൊക്കെ ജോസൂട്ടി പറയുന്നുണ്ട്. ഉടനെ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന്. ഉടനെ ജോസൂട്ടി ആ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയുന്നുണ്ട്, അതെ, നീ വരുന്നതിന് മുമ്പ് ഞാൻ ഇവരുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നതാ, നീ വന്നതിന് ശേഷം ഇവരുടെ സ്വഭാവം മാറിയത് നീ മാറ്റിയെടുത്തതാ എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടിയോട് ദേഷ്യപ്പെട്ടിട്ട് ജോസുകുട്ടി നോക്കുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ മാമച്ചായൻ കയറിയിരിക്കുകയാണ്. ഇതെന്നെ ഇവിടെ കയറിയിരിക്കുന്നത് എന്ന് ജോസുകുട്ടി ചോദിക്കുമ്പോൾ, നിന്നെ കോളേജൊക്കെ ഞാൻ പിന്നെ കൊണ്ടുപോയി കാണിക്കാം, ഞാനിപ്പോൾ പോകുന്നത് രേവതിക്കുട്ടിയുടെ പപ്പയായിട്ടാണ്, അതുകൊണ്ട് നീ വരണ്ട എന്നൊക്കെ ഇങ്ങനെ മാമച്ചായൻ ഇപ്പോൾ ജോസുകുട്ടിയോട് പറയുന്നുണ്ട്. അങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ജോസുകുട്ടി. രേവതിക്കുട്ടിയുടെ പപ്പയായിട്ട് നിനക്ക് പോകാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നീ പൊക്കോ എന്നിങ്ങനെ മാമച്ചായൻ വീണ്ടും പറയുന്നുണ്ട്. ജോസൂട്ടി ഇങ്ങനെ ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ആയിട്ട് ഗ്രേസി അമ്മ ഇറങ്ങി വരുന്നുണ്ട്. ഇതെന്താ, നീ മറന്നുപോയോ, എന്താ എടുത്ത് വെക്കാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ഗ്രേസി അമ്മ രേവതിക്കുട്ടിയോട് ചോദിക്കുമ്പോൾ
ഇന്ന് ഉച്ചവരെയുള്ളൂ ഗ്രേസിയമ്മേ, അതുകൊണ്ട് എടുക്കാഞ്ഞത് എന്നിങ്ങനെ രേവതിക്കുട്ടി പറയുന്നു. ഉച്ചവരെയുള്ളെങ്കിലും വിശന്നൊന്നും ഇരിക്കണ്ട, ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നാൽ മതി എന്ന് ഗ്രേസിയമ്മ പറയുന്നു. ശേഷം അവർ വണ്ടിയിൽ കയറി കോളേജിലേക്ക് പോകാൻ തുടങ്ങുന്നു. അപ്പോൾ ജോസൂട്ടി പറയുന്നുണ്ട്, ഇത്രയും മറവിയുള്ള ഫുഡ് എടുക്കാൻ വരെ മറന്നതുകൊണ്ട് ഇത്രയും മറവിയുള്ളവരെയൊന്നും പഠിപ്പിക്കാൻ വിടണ്ട നീ, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നിങ്ങനെ ജോസൂട്ടി പറയുമ്പോൾ, അവൾ മറന്നാലും നിന്നേക്കാ ബുദ്ധി അവൾക്കുണ്ട് എന്നിങ്ങനെ ഗ്രേസിയമ്മ പറയുന്നു. പിന്നീട് ഇപ്പോൾ ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത്. ബാലചന്ദ്രൻ വീടിൻ്റെ മുറ്റത്തിറങ്ങി ഇപ്പോൾ മനുവിനെ വിളിക്കുന്നുണ്ട്. ഫോൺ എടുത്തിട്ട് മനു ചോദിക്കുന്നുണ്ട്, അങ്കിൾ ഇപ്പോൾ എവിടെയാ, വണ്ടിയൊക്കെ പോകുന്ന ശബ്ദം കേൾക്കാമല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ മുറ്റത്തു കൂടി ഇങ്ങനെ വെറുതെ നടക്കാൻ ഇറങ്ങിയതാണെന്ന്. പുറത്തേക്കൊക്കെ ഇറങ്ങി നടക്കാൻ തുടങ്ങിയോ എന്നിങ്ങനെ മനു ചോദിക്കുമ്പോൾ, ഡോക്ടർ പറഞ്ഞു കുറച്ചൊക്കെ നടക്കണമെന്ന്, അതുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. ശേഷം മനു പറയുന്നുണ്ട്, അങ്കിൾ റിസോർട്ടിൽ നിന്നൊക്കെ തിരിച്ചു വന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, അതിനുശേഷം നടന്ന സംഭവങ്ങളും ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ നീ അറിഞ്ഞത്, എക്സ്ക്ലൂസീവായിട്ട് അറിഞ്ഞ കാര്യം എന്നോട് കൂടി ഒന്ന് പറ എന്നൊക്കെ പറയുമ്പോൾ മനു പറയുന്നുണ്ട്, അലീനയ്ക്ക് പെട്ടെന്ന് ഒരു പ്രമോഷൻ കൊടുത്തില്ലേ, ശരിക്കും സ്വീപ്പറായിരുന്ന ആളെ ജഡ്ജി ആയതുപോലെ ആയല്ലോ എന്നൊക്കെ മനു ഇങ്ങനെ പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ആൾക്ക് നമ്മൾ പ്രമോഷൻ കൊടുക്കണ്ടേ, അവളത് അർഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, എന്നാലും ഇതിത്തിരി കടുങ്കൈയായി പോയില്ലേ, അതും ഇങ്ങനെ വയ്യാതിരിക്കുന്ന സമയത്ത് അങ്കിളിൻ്റെ ധൈര്യത്തെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി, അത് അവൾ അർഹിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇനി വേണമെങ്കിൽ നിനക്ക് അവളെ കല്യാണം കഴിക്കാം, ഇനി അവൾ നിൻ്റെ മുറപ്പെണ്ണാണ് എന്നൊക്കെ പറയുമ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിള് പിന്നെയും എന്നെ ഞെട്ടിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഉടനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എടാ പൊന്നു മോനെ, നിനക്ക് അവളെ ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം, ഇനി ആ ഇഷ്ടം പെട്ടെന്ന് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി നീ അത് തടഞ്ഞു വെച്ചേക്കുവാണെന്നും എനിക്കറിയാം. ഇനിയിപ്പോൾ നീ പേടിക്കൊന്നും വേണ്ട അവളെ വിവാഹം കഴിക്കുന്നതിന്, കാരണം അവൾ ഇനി അനാഥയല്ല. ഞാൻ എൻ്റെ ബബിത മോൾക്കും കൃഷ്ണ മോൾക്കും എന്തൊക്കെ കൊടുക്കുന്നുണ്ടോ, സ്വത്തായാലും സ്നേഹമായാലും അതെന്തായാലും അത് തുല്യമായിട്ട് അലീനയ്ക്കും കൊടുക്കും എന്ന് പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അങ്കിൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അതെന്താ, എനിക്ക് അവളെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ സ്വത്തും പണവും ഒക്കെ വേണോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്കൊരു ജോലിയില്ലേ അങ്കിളെ, ഞാൻ ആ ജോലി കൊണ്ട് ജീവിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ മനു ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നിനക്ക് അങ്ങനെ ഒരു ജോലി ഇല്ലെങ്കിൽ പോലും നിന്നെ അവൾ നോക്കും, അത് ഞാൻ തരുന്ന ഗ്യാരണ്ടിയാണ്. ഇനിയിപ്പോൾ അവൾ അനാഥയാണ് എന്നൊക്കെ കരുതി അവളെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടം നിനക്ക് മാത്രമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മനു പറയുന്നുണ്ട്, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് അങ്കിളെ എന്ന് പറയുന്നു. അതിനുശേഷം അവരിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഫോണിൽ കൂടി സംസാരിക്കുന്നുണ്ട്. ഈ സമയം അടുക്കളയിലിരുന്ന് അലീന ആഹാരം കഴിക്കുകയായിരുന്നു. അപ്പോൾ കൃഷ്ണമോൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ചേച്ചി ഇവിടെ വന്നിരുന്ന് ആഹാരം കഴിക്കുന്നത്, ചേച്ചിക്ക് ഡൈനിങ് ടേബിൾ വന്നിരുന്ന് കഴിച്ചൂടെ? അപ്പോൾ അലീന പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എവിടെ ഇരുന്നാണേലും ഭക്ഷണം കഴിച്ചാൽ പോരെ, നമ്മുടെ വിശപ്പ് മാറിയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അല്ല ഡൈനിങ് ടേബിളിൽ ഇരിക്കാമല്ലോ, അവിടെ ഇരുന്ന് ആരും എഴുന്നേൽപ്പിച്ച് വിടില്ല എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ ഇരിക്കുന്നില്ല, ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എഴുന്നേൽക്കുകയുമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം, നമ്മളെന്തിനാ മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അലീന. കൃഷ്ണമോൾ ഇപ്പോൾ പാത്രം എടുത്തിട്ട് പറയുന്നുണ്ട്, ഞാൻ ചേച്ചിയുടെ ഫുഡാണ് കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോൾ ഇപ്പോൾ ഫുഡൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. പുഴുങ്ങിയ മുട്ടയുടെ തോട് പൊളിച്ചിട്ടില്ലായിരുന്നു, അതിപ്പോൾ അലീന കൈ കഴുകിയിട്ട് വന്ന് എടുത്തു കൊടുക്കുന്നുണ്ട്. അയ്യോ ചേച്ചി ആഹാരം കഴിച്ച് കഴിഞ്ഞില്ലായിരുന്നല്ലോ, ഞാൻ എടുക്കുമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോൾ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെയല്ല മോൾ, ഇത് നന്നായിട്ട് സൂക്ഷിച്ച് പൊളിച്ചില്ലെങ്കിൽ ഇതിൻ്റെ വെള്ളം കൂടി ഇളകിപ്പോകും എന്ന് പറഞ്ഞ് അലീന ഇപ്പോൾ ആ മുട്ടയൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഡൈനിങ് ടേബിളിൽ ബബിതയും രോഹിത്തും വൈജയന്തിയും കൂടി ആഹാരം കഴിക്കാൻ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, കൃഷ്ണമോൾ ആഹാരം എടുത്തുകൊണ്ട് വരുമ്പോൾ അവളെ അത് കഴിക്കാൻ സമ്മതിക്കരുതെന്നൊക്കെ. ഉടനെ രോഹിത്ത് പറയുന്നുണ്ട്, അവളിങ്ങി വരട്ടെ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ കൃഷ്ണമോൾ അവിടെ കഴിക്കാൻ വന്നിരുന്നിട്ടുണ്ട്. എന്നിട്ട് കൃഷ്ണമോൾ പറയുന്നുണ്ട്, അകത്ത് നല്ല ഫുഡുള്ളപ്പോൾ അത് കഴിക്കാൻ മേലെ, ആർക്ക് വേണമെങ്കിലും എടുത്ത് കഴിക്കാം, ഈ ഉണക്ക ദോശ കഴിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ട് രോഹിത്ത് ചോദിക്കുന്നുണ്ട്, നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞതാണ് അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ചാൽ മതിയെന്ന്, നമ്മൾ അമ്മയുടെ കൂടെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞതല്ലേ, നിനക്കത് മനസ്സിലായില്ലേടി എന്ന് ചോദിച്ച് രോഹിത്ത് ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, രോഹിയേട്ടൻ എന്നെ പേടിപ്പിക്കാൻ വരുമൊന്നും വേണ്ട, നമുക്കിഷ്ടമുള്ള ഫുഡ് നമ്മൾ കഴിക്കണം, അതിവിടെ ഉള്ളപ്പോൾ ആ ഇഷ്ടമില്ലാത്ത ഫുഡ് നമ്മൾ എന്തിനാ കഴിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ നീ ഈ ഫുഡ് കഴിക്കില്ല എന്നിങ്ങനെ രോഹിത്ത് പറയുന്നു. അപ്പോൾ ഉടനെ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഞാൻ അച്ഛനെ വിളിക്കുമെന്ന്. ഉടനെ രോഹിത്ത് പറഞ്ഞു, പിന്നെ അവളുടെ ഒരു അച്ഛൻ എന്ന് പറഞ്ഞ് ആ പ്ലേറ്റ് നേരെ എടുത്ത് നിലത്തേക്ക് വലിച്ചെറിയുകയാണ് രോഹിത്ത്. ഇത് കണ്ടുകൊണ്ടാണ്
പുറത്തു നിന്നും ബാലചന്ദ്രൻ അകത്തേക്ക് കയറി വരുന്നത്. ബാലചന്ദ്രനെ കാണുന്നത് ബബിത ചാടി എഴുന്നേൽക്കുന്നു. രോഹിത് ഇതൊന്നും കാണുന്നില്ലായിരുന്നു. ശേഷം ഇപ്പോൾ രോഹിത്തും ബാലേന്ദ്രനെ കാണുന്നുണ്ട്. അപ്പോൾ ചാടി എഴുന്നേൽക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ നേരെ രോഹിത്തിനടുത്തേക്ക് വന്ന് കരണം നോക്കി ഒരെണ്ണം കൊടുക്കുന്നു. എന്നിട്ടിപ്പോൾ രോഹിത്തിനോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഈ കാണിച്ചതിൻ്റെ പരിപാടിക്ക് പറയുന്ന പേരാണ് തോന്നിവാസം. നീ എന്തിനാണ് ഇതെല്ലാം എറിഞ്ഞു പൊട്ടിച്ചത്? നീ മേടിച്ചു വെച്ചതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, നിനക്ക് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ നീ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് വീടും പ്ലേറ്റും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഡൈനിങ് ടേബിളിലിരുന്ന് നീ അത് വലിച്ച് താഴെ ഇടണം. അല്ലാതെ എൻ്റെ അധ്വാനത്തിൽ നിന്ന് ഞാൻ ഉണ്ടാക്കി വെച്ചതും എൻ്റെ മകൾ ഉണ്ടാക്കിയതുമായ ഫുഡ് അല്ല നീ എടുത്ത് വലിച്ചെറിയേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ഇപ്പോൾ ബാലചന്ദ്രൻ. ഇപ്പോൾ അങ്ങനെ ആകെ നാണം കെട്ട് നിൽക്കുന്നുണ്ട് രോഹിത്ത്. ശേഷം ഇപ്പോൾ ബാലേന്ദ്രൻ എല്ലാവരോടും കൂടിയായിട്ട് പറയുന്നുണ്ട്, ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. ഇനി ഈ വീട്ടിൽ 2 വെപ്പില്ല. ഒരൊറ്റ ഫുഡേ ഉണ്ടാക്കൂ. അത് അലീന ഉണ്ടാക്കുന്നതായിരിക്കും. അത് കഴിക്കാൻ പറ്റുന്നവർ കഴിച്ചാൽ മതി. അല്ലാത്തവർക്ക് പുറത്തുനിന്ന് ഫുഡ് വരുത്തി കഴിക്കാം എന്ന് പറയുന്നു. എന്നിട്ട് രോഹിത്തിനോടായിട്ട് ഇപ്പോൾ വീണ്ടും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നത് എന്നെ ആശ്രയിച്ചാണ്. അങ്ങനെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് അനുസരണയാണ് വേണ്ടത് എന്നും പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ കേട്ട് രോഹിത് ഒന്നും തന്നെ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെ രോഹിത് ഒന്നും തന്നെ മിണ്ടാതെ വളരെ ദേഷ്യവും സങ്കടവും ഒക്കെ ഉള്ളിലൊതുക്കി മുകളിലേക്ക് കയറിപ്പോകുന്നു. ശേഷം ഇപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കഴിക്കാമെന്ന് പറഞ്ഞത് തൽക്കാലത്തേക്കുള്ള ഒരു സൗജന്യമാണ്. അതും ഞാൻ നിരോധിക്കും എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തിക്ക് ഇപ്പോൾ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ടിപ്പോൾ വളരെ ദേഷ്യത്തോടെ വൈജയന്തി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞങ്ങളെല്ലാവരെയും അങ്ങ് നിരോധിച്ചേക്ക്, അപ്പോൾ മനസമാധാനമാവുമല്ലോ എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നു, ഇപ്പോൾ തന്നിരിക്കുന്ന ഈ സമയം ബോധവും ബുദ്ധിയും ഒക്കെ തെളിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് മനസ്സിലാക്കി ആ സമയം വിനിയോഗിച്ചാൽ അവരവർക്ക് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ നേരെ മുകളിലേക്ക് റൂമിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ദേഷ്യം സഹിക്കാനാവാതെ ഇപ്പം വൈജയന്തി കൃഷ്ണമ്മോളോട് വന്ന് ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോൾ സമാധാനമായല്ലോ? നിൻ്റെ വയറ് നിറഞ്ഞു കാണുമല്ലോ? അവൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡ് ഇനിയും അടുക്കളയിൽ കാണും. നീ അതുപോയി എടുത്ത് നക്കടി എന്ന് പറഞ്ഞ് കൃഷ്ണമോളോട് വൈജയന്തി വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ട്. അലീനയോടും വൈജയന്തി എന്നിട്ട് പറയുന്നുണ്ട്, നിനക്കിപ്പോൾ സമാധാനമായില്ലേടി? സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തെ ഈ രീതിയിൽ അധപ്പതിപ്പിച്ച് നശിപ്പിച്ച് കളഞ്ഞപ്പോൾ നിനക്ക് സമാധാനമായില്ലേടി? കുടുംബം നശിപ്പിക്കാൻ വന്ന പിശാചേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ട് ഇപ്പോൾ വൈജയന്തി റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ ബബിതയും പോകുന്നു. കൃഷ്ണമോള് വൈജയന്തി വഴക്ക് പറഞ്ഞതിൻ്റെ വിഷമത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അലീന കൃഷ്ണമോളെ ആശ്വസിപ്പിക്കുന്നുണ്ട്, പോട്ടെ മോളെ, സാരമില്ല, കരയണ്ട എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇപ്പോൾ കൃഷ്ണമോളെ ചേർത്ത് പിടിക്കുന്നുണ്ട് അലീന. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.